എറണാകുളം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലും ഇന്ത്യയുടെ നിയമ സംവിധാനത്തിലും എനിക്ക് ഉറപ്പായിട്ടും വിശ്വാസമുണ്ട്. ഹണി റോസിന്റെ ഈ എനിക്കെതിരെയുള്ള പരാതിയിൽ സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ ഇല്ല എന്നും ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചുമ്മാതെയാണ്. അപ്പൊ അതൊന്നും ഞാനത് ചിരിച്ചത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ആ കുട്ടിയുടെ വിഷമത്തിനോട് ആ വിഷമത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. പക്ഷേ ഓർഗനൈസ്ഡ് ക്രൈം എന്നൊക്കെ പറയുന്നത് ചുമ്മാ ആരെങ്കിലും എഴുതി കൊടുത്തത് പറയുന്ന വല്ലതും ആയിരിക്കും. അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ക്രൈം എന്ന വാക്കിനൊക്കെ ഭയങ്കര ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹണി റോസിന്റെ നമ്മുടെ ആ പരാതിയിൽ എനിക്കെതിരെ അന്യായമായ നടപടികൾ എടുക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. ഇന്നലെ മോന്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. മോന്റെ ഒരുപാട് കുട്ടികൾ ഫ്രണ്ട്സൊക്കെ 8 വയസ്സേ ഉള്ളൂ. പക്ഷേ ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു. അപ്പം അവരുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ സംഭവിക്കാൻ സാധ്യതയൊന്നുണ്ടെന്ന് കണ്ട് ഇന്നലെ തന്നെ മൂവ് ചെയ്തിരുന്നു. കോടതിയുടെ സമീപനം എന്താണെന്ന് അറിയില്ല. അപ്പം തിങ്കളാഴ്ച, അതായത് നാളെ ഹിയറിംഗ് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓർക്കുക, ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയെ വിമർശിക്കാം, മദർ തെരേസയെ വിമർശിക്കാം, നമ്മുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപദി മുർമുവിനെ വിമർശിക്കാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കാം, ശ്രീമതി സോണിയാഗാന്ധിയെ വിമർശിക്കാം, നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻജിയെ വിമർശിക്കാം, എല്ലാവരെയും വിമർശിക്കാം. ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ ഞാൻ ഈ ഗ്രീൻ മാറ്റൊക്കെ ഇട്ട് മറ്റേ വൈക്കൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അതിനുള്ള അവസരമില്ല. എറണാകുളം ഹൈക്കോടതിയിൽ ഈ കേസിന്റെ കാര്യങ്ങളുമായിട്ടും കൂടി ബന്ധപ്പെട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിശക്തമായി ഇതിനെ നേരിടും. ഈ നാട്ടിൽ വിമർശനം എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല എന്ന് തിരിച്ചറിഞ്ഞ് പുരുഷന്മാരെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ പേരിലെങ്കിലും കേസിൽ കുടുക്കി അപമാനിക്കാനും അധിക്ഷേപിക്കാനുമുള്ള ഇത്തരം നിലപാടുകളെ ശക്തിയുക്തം എതിർക്കും. അത് ഹണി റോസ് ഉറപ്പിച്ചോളൂ. ഹണി റോസിന്റെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ പരാതിയെ അതിശക്തമായി നേരിടും. ഹണി റോസിന് വിഷമമുണ്ടെങ്കിൽ വിഷമത്തിന്റെ കൂടെയാണ്. പക്ഷേ ഹണി റോസ് ഈ ആത്മഹത്യ പോലുള്ള വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനൊന്നും പറയരുത്. ഹണി റോസും ഞാനും ബോച്ചയും ഒക്കെ വളരെ പ്രിവിലേജ്ഡ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. ബോച്ചെ കോടീശ്വരനായിരിക്കാം, പക്ഷേ ഹണി റോസും ഞാനും ഒക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്നവരാണ്. നമ്മൾ ഈ ആത്മഹത്യ എന്നൊന്നും പറഞ്ഞ് ഇതിന്റെ ഒരു റീച്ച് അത് വളരെ മോശമാണ്. അങ്ങനെയൊന്നും ഒരുപാട് പേര് സീരിയസ്ലി ആരും ഹെൽപ്പ് ചെയ്യാനും മറ്റൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് ഫോൺ വിളിക്കുന്ന ആളാണ് ഹണി റോസ്. അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാർ ഇത്രയും ആർജവത്തോടെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. കേരളത്തിലെ 99% മാധ്യമങ്ങളും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഹണി റോസിന് വ്യഥയാണ്, ഒറ്റപ്പെടലാണ്, ഏകാന്തതയാണ് എന്നൊന്നും പറയരുത്. അപ്പൊ അത്തരം വാക്കുകളൊന്നും പ്രയോഗിക്കരുത്. എന്തായാലും ഹണി റോസിന്റെ ഈ കേസിനെ അതിശക്തമായി നേരിടാൻ തന്നെയാണ് നീക്കം. ഹണി റോസ് എനിക്കെതിരെ പരാതി കൊടുത്തതുകൊണ്ട് ഹണി റോസിനെതിരെ 1 ഇഞ്ച് പോലും വിമർശനം കൂടില്ല, കുറയുകയുമില്ല. കാര്യം ഹണി റോസ് എനിക്കെതിരെ കൊടുക്കുന്ന പരാതിക്ക് ബേസിലല്ല ഞാൻ ഹണി റോസിനെ വിമർശിക്കുന്നത്. ഹണി റോസിനോട് എനിക്ക് ബഹുമാനമേ ഉള്ളൂ. ജീവിതത്തിൽ ഇന്ന് വരെ നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും കാണാനും പോണില്ല. എനിക്കൊണ്ട് വ്യക്തിവിരോധമൊന്നുമില്ല. നമ്മൾ രണ്ടും ഓരോ നിലപാടുകൾക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഹണി റോസിന്റെ ഒരു നിലപാടിനോട് എനിക്ക് യോജിപ്പുമാണ്. ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പാടില്ല, ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ പാടില്ല. അതിൽ ഹണി റോസിനോടൊപ്പം തന്നെയാണ്. എന്നാൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിന് ഒരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്നും സാമൂഹിക വിമർശനങ്ങളെ ഉൾക്കൊള്ളണമെന്നും ഒരു അഭ്യർത്ഥന കൂടി ഹണി റോസിനോടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് കോടതിയിൽ കാണാം. ആ കോടതിയിൽ കാണാം. ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എന്താ പറയണേ, മര്യാദകൾ വേണം. ഡീസൻസിക്ക്, ഡിഗ്നിറ്റിക്ക്, ധർമ്മവും സംസ്കാരവും നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി ജയിലിൽ പോകാൻ എനിക്ക് മടിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് പറയില്ല. ഈ കയ്യിൽ മാത്രമല്ല, കാണാൻ പറ്റുന്നില്ല, കയ്യിൽ മാത്രമല്ല മനസ്സിൽ മഹാത്മാഗാന്ധിയെ പച്ച കുത്തുന്നവനാണ് ഞാൻ. അതുകൊണ്ട് സത്യസന്ധമായിട്ടേ കാര്യങ്ങൾ പറയൂ. ഹണി റോസിനെ വളഞ്ഞു കിട്ടി വിമർശിക്കില്ല, വേറെ എന്തെങ്കിലും നെഗറ്റീവായി വിമർശിക്കില്ല. വിമർശനങ്ങൾ ഏറ്റവും പോസിറ്റീവും കൺസ്ട്രക്റ്റീവുമായിരിക്കും, ഫെയർ ക്രിറ്റിസിസം ആയിരിക്കും. അത് തുടരും. ബാക്കി ബഹുമാനപ്പെട്ട കോടതി തീരുമാനിക്കട്ടെ. ജയ് ഹിന്ദ്.